ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് ഷുഗർ ബീഡ്സ് ലോഡിംഗ് സ്റ്റിച്ചാണ് പഠിപ്പിക്കുന്നത്. ഈ സ്റ്റിച്ച് ഒരു ഫില്ലിംഗ് സ്റ്റിച്ചായിട്ടും യൂസ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ ക്ലാസ് കണ്ടതിനു ശേഷം ഈ ക്ലാസ് കാണുകയാണെങ്കിൽ ഈ സ്റ്റിച്ചിങ് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഈ കോർണറിലായി ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് പോകാൻ. ഇവിടെ ഞാൻ 6 ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് അടുത്ത് തന്നെയായിട്ട് ഒരു ലോക്ക് സ്റ്റിച്ചും കൂടി കൊടുക്കണം. വീണ്ടും മുകളിലേക്ക് പോയിട്ട് ഇവിടെയായിട്ട് ഒരു ലോക്ക് സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കണം. ഇവിടെയും ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെയായിട്ടൊരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. തൊട്ടടുത്ത് തന്നെ ഒരു ലോക്ക് സ്റ്റിച്ച്. ലോഡിംഗ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബീഡ്സ് ഇതുപോലെ സ്ലാൻഡിംഗ് ലൈനിൽ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഭംഗി. ഔട്ടർ ലൈന് പുറത്തായിട്ട് ബീഡ്സ് പോകരുത്. 2 തൊട്ട് 6 വരെ ബീഡ്സ് എടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. 6ൽ കൂടുതൽ ബീഡ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്യരുത്. 6ൽ കൂടുതൽ ബീഡ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ക്ലോത്തിൽ ബീഡ്സ് ടൈറ്റായിട്ട് ഇരിക്കത്തില്ല. നമ്മൾ ഫ്രെയിമിൽ നിന്നും ക്ലോത്ത് നമ്മൾ ഊരിയെടുക്കുമ്പോൾ ബീഡ്സ് ലൂസായിട്ട് കിടക്കും. ബീഡ്സിൻ്റെ സൈസിൽ വ്യത്യാസമുണ്ടാകും. നമ്മൾ ഒരേപോലത്തെ തന്നെ ബീഡ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ എളുപ്പമായിരിക്കും സ്റ്റിച്ച് ചെയ്യാൻ. താഴേക്ക് വരുംതോറും ബീഡ്സിൻ്റെ എണ്ണം കുറച്ചെടുത്താണ് ഫില്ല് ചെയ്യുന്നത്. ഇവിടെ ഒരു 5 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യണേ. ഇവിടെയായിട്ട് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ സിൽക്ക് ത്രെഡ് എടുത്തിട്ടാണ് ഔട്ടർ ലൈൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ആ ലൈനിൽ ഒരു സ്റ്റിച്ച് കൊടുക്കണം. തൊട്ടരികിൽ തന്നെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. വീണ്ടും ബാക്കിലോട്ട് പോയിട്ട് ആ ലൈനിൽ ഒരു സ്റ്റിച്ച് വീണ്ടും തൊട്ടടുത്തായിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം.
ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് എത്രണ്ണം വേണമെന്ന് നമ്മൾ നോക്കണം. ഇവിടെ ഒരു 3 മതി. ഇവിടെയായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. തൊട്ടരികിൽ തന്നെ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. വീണ്ടും ബാക്കിലേക്ക് പോയിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച്, പിന്നെ ഒരു ലോക്ക് സ്റ്റിച്ച്. ഇവിടെയായിട്ട് 4 ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. ഇവിടെയും ഒരു ലോക്ക് സ്റ്റിച്ച്. വീണ്ടും ബാക്കിലിട്ട് പോയിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച്, ഒരു ലോക്ക് സ്റ്റിച്ച്. ഇവിടെയും ഒരു 4 ബീഡ്സ് ഇട്ടെടുത്തിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച്, ഒരു ലോക്ക് സ്റ്റിച്ച്. വീണ്ടും മുകളിലേക്ക് പോയി ഒരു ചെയിൻ സ്റ്റിച്ച്, ഒരു ലോക്ക് സ്റ്റിച്ച്. ഈ ഒരു സ്റ്റിച്ച് സ്ലീവ്സിനും നെക്കിനും ബോർഡർ സ്റ്റിച്ചായിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെയായിട്ട് 2 ബീഡ്സ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു ബോക്സ് ഫില്ലാകുന്നുണ്ട്. ഞാൻ ഒരെണ്ണം കൂടി ഇട്ട് കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ ഔട്ടർ ലൈന് പുറത്തായിട്ട് ബീഡ്സ് പോകുന്നുണ്ട്. ഔട്ടർ ലൈന് പുറത്തായിട്ട് ബീഡ്സ് പോകുന്നു. അതുകൊണ്ട് ആ ഒരു ബീഡ്സ് നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്യണ്ട. ഇവിടെയായിട്ട് എൻ്റെ നോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഔട്ടർ ലൈൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ സെറി ത്രെഡ് ഉപയോഗിച്ചാണ് ഔട്ടർ ലൈൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്.